നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഭഗവാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മീയ ജ്ഞാനം കിടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളിലധികം പേരും ഇപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഭഗവാനിൽ നിന്ന് ചില സൈൻസും അതുപോലെ സിംബൽസും ഡ്രീംസും അതുപോലെ നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങളിലോട്ട് മറയ്ക്കപ്പെട്ട് വെച്ചിരുന്ന പല സത്യങ്ങളും ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഹൃദയം തയ്യാറെടുക്കുന്നത്, അപ്പോൾ മുതൽ അത് നിങ്ങളിലോട്ട് സ്വാഭാവികമായും ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹൃദയശുദ്ധിയും അതുപോലെ നിങ്ങൾ എപ്പോഴും സമാധാനവും ശാന്തതയും കൈവരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡീപ്പറായിട്ട് മെഡിറ്റേഷനിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ അറിവുകളെല്ലാം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട്. കാരണം അത് ഭഗവാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന രഹസ്യങ്ങളാണ്. ഇത് ഉടനെ തന്നെ എല്ലാവർക്കും കണക്റ്റായി കിട്ടണം എന്നില്ല. ഇപ്പോൾ പൂർവ്വജന്മങ്ങളിലും ഈ മെഡിറ്റേഷനും ആത്മീയതയുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ ബെറ്ററായിട്ട് വരുന്നതാണ്. മെഡിറ്റേഷൻ എത്രത്തോളം ഡീപ്പർ ആകുന്നു എന്നതിനെയും അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങളുടെ ഹൃദയശുദ്ധി അതുപോലെ തന്നെ നിങ്ങളുടെ റിസപ്റ്റീവ്നെസ് എന്നിവയൊക്കെ ആശ്രയിച്ചിട്ടാണ് അത് നിങ്ങളിലോട്ട് ഓപ്പൺ ആക്കി തരുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ഒരു ചാനലുണ്ട്. VMC മലയാളം എന്നാണ് എൻ്റെ പേര്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറേയേറെ അറിവുകളും അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെന്നത് ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റ് ആവുക, സ്വയം കണക്റ്റ് ആവുക. ഒരു പ്രതീക്ഷയും കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷം ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് എന്നിവിടെ അടുത്ത മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴോ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മീയ സേവനമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും ഭഗവാൻ കാണുന്നുണ്ട്. ഒന്നും ഭഗവാൻ കാണാതെയും അവഗണിക്കപ്പെടുന്നതുമില്ല എന്ന് ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഭഗവാൻ ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളിലോട്ട് റിസൾട്ട് തരുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൃദയശുദ്ധിയോടെ ഫലപ്രതീക്ഷ ഇല്ലാണ്ട് നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണോ അത് വ്യക്തമായിട്ട് ഭഗവാൻ അറിയാൻ കഴിയുന്നതാണെന്നും കൂടെ ഓർത്തിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഭൗതികമായി ലഭിക്കുന്ന സന്തോഷങ്ങളിലല്ല അത് നിലനിൽക്കുന്നത്, ആ സന്തോഷം നിലനിൽക്കുന്നത്, മറിച്ച് ഓരോ സാഹചര്യങ്ങളിലും നിങ്ങൾ ഭഗവാനിലോട്ട് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു ശാശ്വതമായ സന്തോഷം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് മെറ്റീരിയൽ ലൈഫിനേക്കാളും കൂടുതൽ ശാശ്വതമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നത് സ്പിരിച്വൽ ലൈഫിൽ ഭഗവാനെ അറിയുമ്പോഴാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ താരതമ്യപ്പെടുത്തലുകളും അതുപോലെ നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങൾ മനസ്സിൽ ഹോൾഡ് ചെയ്യുന്ന എല്ലാ ഇമോഷൻസിനെയും നിങ്ങൾ റിലീസ് ചെയ്ത് മാറ്റാനായിട്ട് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ നിങ്ങൾ സന്തോഷത്തോടെയും ജീവിക്കുന്നത് കാണാനാണ് ഭഗവാന് താല്പര്യം എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഭഗവാൻ ഇപ്പോൾ ഗൈഡ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ
വെല്ലുവിളികളെ പ്രദാനം ചെയ്തവരെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരുക്കന്മാരെയും പണ്ട് പഠിപ്പിച്ചിരുന്നവരായിരുന്നാലും ശരി തന്നെ, ഇപ്പോൾ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നവരായിരുന്നാലും ശരി തന്നെ, അവരെയൊക്കെ കാണുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ വെല്ലുവിളികളെ പ്രദാനം ചെയ്തവരെ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ സാധ്യതയുണ്ടെന്ന് ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സമയം അവരോട് പക പോക്കാനായി വിനിയോഗിക്കരുത് എന്ന് പ്രത്യേകം ഭഗവാൻ ഇവിടെ അഡ്വൈസ് തരുന്നുണ്ട്. അപ്പോൾ അവരെ നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് കാരണക്കാരായവർ എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ട് നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തും അതുപോലെ ലെറ്റ് ഗോ ചെയ്തും മൂവ് ഓൺ ചെയ്തും നിങ്ങൾ സ്വയം സ്വതന്ത്രരാവുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാർമിക് സൈക്കിള് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടെ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണെന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു ആത്മീയ വെളിച്ചം തന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. അത് നിങ്ങളെ നെഗറ്റീവ് എനർജി ആയിരുന്നാലും അതുപോലെ ഈഗോ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നായിരുന്നാലും നിങ്ങളെ റിലീസ് ചെയ്യുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭഗവാന്റെ നാമം പറഞ്ഞ് നിങ്ങൾ ഭഗവാനെ സ്മരിക്കാനും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണവും അതുപോലെ ഭഗവാന്റെ സ്നേഹവും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ഭഗവാൻ ഈ മെസ്സേജ് തരുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും കർമ്മ ക്ലിയർ ചെയ്യുന്ന ഈ സമയത്തും നിങ്ങളുടെ കൂടെ നിങ്ങളെ പിടിച്ച് നിങ്ങളെ കൊണ്ട് നടക്കുന്നത് ഭഗവാനാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും വേണം എന്ന് ഭഗവാൻ ഓരോ ദിവസവും ഇങ്ങനെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിനോട് പൊരുതാൻ നിൽക്കാതെ നിങ്ങൾ ജീവിതം എങ്ങനെയാണോ പോകുന്നത് അതിനൊത്ത് നിങ്ങൾ നീന്താൻ പഠിക്കുക, ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ പറയാനും അതുപോലെ തന്നെ നിങ്ങൾ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഒന്ന് കേൾക്കാനും അതിനൊക്കെ ഒന്ന് സമയം കണ്ടെത്താൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ സദാ എന്താ പറയുക നന്ദി എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ആയുസ്സിനും അതുപോലെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്ദി പറയും തോറും നിങ്ങൾക്ക് ആ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കാനുള്ള സാധ്യതകൾ ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ട് തരുന്നതാണ്. നിങ്ങൾ ഭക്തിയോടെ എപ്പോഴാണോ ഭഗവാനിലോട്ട് ഉറച്ചു നിൽക്കുന്നത്, നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ എപ്പോഴാണോ സ്ഥിരമായിട്ട് വിശ്രമിക്കുന്നത്, അപ്പോൾ നിങ്ങളെ ഭൗതിക ലോകത്തെ ഒരു കാര്യങ്ങളും നിങ്ങളെയും നിങ്ങളുടെ സമാധാനത്തെയും കെടുത്തുകയില്ല എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെയും ആളുകളെയും നിങ്ങൾ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് എന്നൊരു പ്രത്യേക അഡ്വൈസും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഭഗവാന്റെ ഒരു പ്രവർത്തനം ഉണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിഷ്പക്ഷത, അതായത് ന്യൂട്രലായിട്ട് നിൽക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ഓർക്കാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ദയോടെ നിൽക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഭഗവാന്റെ നീതി നിർവഹണം കൃത്യമായ സമയത്ത് നിങ്ങളിലോട്ട് എത്തുന്നതാണ്. അത് കൃത്യമായ വഴികളിൽ കൂടെ തന്നെ നിങ്ങളിലോട്ട് കൊണ്ടെത്തിച്ചു തരുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയോടെ സൂക്ഷിക്കുക മാത്രം നിങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് വാദിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ഓവർ തിങ്കിങ്ങിനൊന്നും പോകേണ്ട കാര്യമില്ല. അതുപോലെ അഹങ്കാരവും ഗർവവും അതിനൊന്നും നിങ്ങളിൽ നിലനിൽക്കാൻ അനുവദിക്കരുത് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ എളിമത്തത്തോടെ നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിങ്ങൾ സ്വയം എക്സിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളിലോട്ട് ഭഗവാന് പൂർണ്ണമായും പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്
എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഈഗോയും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഓവർ തിങ്കിങ്ങും ഒക്കെ നിങ്ങളെ എന്താ പറയുക, ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ച് ഭഗവാന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ തന്നെ ഒരു വിലങ്ങ് തടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാനാണ് ഭഗവാൻ പറയുന്നത്. ഈഗോയുടെ കാർഡ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് കണക്റ്റ് ആയിട്ട് എന്താണ് നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷൻ എന്താണോ അത് റിലീസ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും അത് ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്തിട്ട് ഭഗവാനിൽ നിന്ന് ഡിവൈൻ പവർ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഭഗവാനിൽ സറണ്ടർ ചെയ്യുമ്പോഴേക്കും തന്നെ ഭഗവാന്റെ ആത്മചൈതന്യം നിങ്ങളോട്ട് കണക്റ്റായി നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളോട് ഭഗവാൻ മറ്റൊരു അഡ്വൈസ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് പറയുന്നത്. ആത്മീയതയെ മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്, അതുപോലെ ഭൗതിക ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യരുത്. ഒരു കോയിൻ്റെ രണ്ട് വശം എങ്ങനെയാണോ അതുപോലെ ഈക്വൽ പ്രയോറിറ്റി രണ്ടിനും കൊടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ധനം, നിങ്ങളുടെ വെൽത്തും നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ എനർജിയും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വയം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കൂടി സഹായിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ്, നിങ്ങളെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണെന്നാണ്. അപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ സേവനത്തിനെയും ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വളരെ അമൂല്യമാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പ്രയത്നങ്ങളും നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ കണ്ണുനീരും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മകൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി ഭഗവാനിലോട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒഴുക്കിനൊത്ത് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അപ്പോൾ വിശ്വാസം നിലനിർത്തി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ വെളിച്ചം പകർന്ന് മുന്നോട്ട് പോകാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് തുണയായിട്ട് ഉണ്ടാകും എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങളെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഭഗവാന്റെ സ്നേഹം ചൊരിയുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഭാരങ്ങളും ഭഗവാനിലോട്ട് സമർപ്പിച്ച് നിങ്ങളിലൂടെ ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി സമാധാനത്തോടെ ജീവിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് വരാനുള്ള സമയത്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുക. എല്ലാത്തിനും ഡിവൈൻ ടൈമിങ്ങും ഉണ്ട്, അതുപോലെ ഡിവൈൻ പ്ലാനിങ്ങും ഇതിനെല്ലാം പുറകിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ കരുതുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ ചിന്താഗതിക്കും ഒക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൈഡൻസ് ഇത്രയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.